അതിന് മുകളിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സോൾട്ട് അപ്പൊ സോൾട്ട് പേ അപ്പം മച്ചന്മാരെ ഇന്ന് എന്തുട്ടാന്ന് അറിയോ സ്പെഷ്യൽ ഉള്ളത്? ഇന്ന് ഡിന്നർ ലൈവ് ദോശയാണ്. ദോശ എന്ന് വെച്ചാൽ 1-2 ദോശ അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദോശ. പനീർ ദോശ, ചീസ് ദോശ, മുട്ട ദോശ, ചിക്കൻ ദോശ, എന്താ പറയാ മസാല ദോശ, നെയ് റോസ്റ്റ്, അങ്ങനെ ഇഷ്ടംമാരെ ദോശയുടെ ഒരു പരിപാടിയാണ് വൈകിട്ട് ഡിന്നർ ലൈവായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണം. അപ്പൊ ഇത്രയും വെറൈറ്റി ഓഫ് ദോശയുടെ റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തു. എൻ്റെ സീക്രട്ട് റെസിപ്പിയായ ബിരിയാണിയുടെ പോലെ തന്നെ കുറേ നാൾ ഇൻവെന്റ് ചെയ്തിട്ട് ഞാൻ റിസർച്ച് ചെയ്ത് നടത്തിയ എന്തിട്ടാണ് സാമ്പാറാണത്. നല്ല അടിപൊളി തിക്ക് സ്വീറ്റ് ആൻഡ് സോവർ സാമ്പാർ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അടിപൊളി ഒരു പെർഫെക്റ്റ് ദ ബെസ്റ്റ് സാമ്പാർ ഉണ്ടാക്കണം എങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ എല്ലാ വെജിറ്റബിൾസും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉരുളക്കിഴങ്ങ്, ചേന, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് ഇട്ടിട്ടില്ലേ. ഒരു വലിയ ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് ഓനിയൻ, കുറച്ച് ഗാർലിക്, കുറച്ച് ജിഞ്ചർ, ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിൽ. പച്ചക്കറിയൊക്കെ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലോട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വരുമ്പോൾ നല്ല തൂർ ദാൾ അല്ലെങ്കിൽ മസൂർ ദാൾ ഇതിങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മസൂർ ദാളാണത്. എന്നിട്ട് ഉപ്പ് നോക്കുക. എന്നിട്ട് സാമ്പാർ പൗഡർ, നമ്മൾ എവറേസ്റ്റിൻ്റെ സാമ്പാർ പൗഡറാണ് യൂസ് ചെയ്യണം. എവറേസ്റ്റിൻ്റെ സാമ്പാർ പൗഡറാണ്. ഇതൊരു 5 ടേബിൾ സ്പൂൺ ഇപ്പിട്ട് കൊടുക്കുക. നല്ല കുറുകി തിക്ക് അടിപൊളി സാമ്പാറാണ്ടത്, പൊളി സാധനമാണ്. കുറച്ച് ചോപ്പിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പുളിവെള്ളം, കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. വാളംപുളി ഉണ്ടോ? വാളംപുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മച്ചമരി ഇത്രയും ചേർത്തുണ്ട്. നമ്മൾ മസാല ദോശക്കുള്ള പൊട്ടറ്റോ കുറച്ച് ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എണ്ണങ്ങോട്ട് ബോയിൽ ചെയ്ത് മാറ്റി വെക്കാം. പാനിൽ തടുക്കടിക്കാൻ വേണ്ട, അതിൻ്റെ സീക്രട്ട് തടുക്കാണ് നോക്കി പഠിച്ചോട്ടാ. കടുക് ഇട്ട് കൊടുക്കട്ടെ. കടുക് ഒരു 1.5 ടേബിൾ സ്പൂൺ കടുക്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കുക, ഒരു 1.5 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ജിഞ്ചറും 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഒനിയൻ, വളരെ കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒനിയനക്ക് ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ എല്ലാ വെജിറ്റബിളും ചേർത്ത് അങ്ങോട്ട് ബോയിൽ ചെയ്യണം. നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടിട്ട് ഇവിടെ ഒന്ന് ഇത് സെറ്റാക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ, കായം ഇട്ട് കൊടുക്കുക. കായം ഒരു ടേബിൾ സ്പൂൺ കായം ഇപ്പിടാം. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. മുളക് പൊടി ഇടൂല. മുളക് പൊടിക്ക് പകരം നമ്മ ഗ്രീൻ ചില്ലി ഇടണം കുറച്ച്. ഇനിയാണ് സാമ്പാർ പൊടി ഇനി ഇടാൻ പോണത്. നോക്കിക്കോട്ടോ. 1, 2, 3, 4, 5. അപ്പം മൊത്തം ഒരു പാക്കറ്റ് നമ്മ ഇടാം. ഒരു 10 ടേബിൾ സ്പൂൺ മൊത്തം ഇട്ടിട്ടുണ്ട്. ഇതിൽ 5 അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. സാമ്പാർ ഉണ്ടാക്കണത് ഒരു കലയുണ്ടാവും. സാമ്പാർ വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. സാമ്പാർ അതിൻ്റെ രീതിയിൽ ഇങ്ങനെ സമയം എടുത്ത് ബോയിൽ ചെയ്ത്, ദാള് ബോയിൽ ചെയ്ത്, ഇത് നല്ലോണം തടുക്കായി നല്ലോണം വാടി ഇങ്ങനെ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ഇടാം. നല്ലോണം മൂത്തുണ്ട്. ഇനി ഇതിലോട്ട് അങ്ങാട് ഒഴിക്കും. അതിൽ നിന്ന് മുകളിൽ ഒരു വെള്ളം കൂടെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കും. മച്ചന്മാരെ ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക, പഞ്ചസാര നോക്കുക, ഇതെല്ലാം നോക്കുക. ഓഫ് ചെയ്ത് നോക്കട്ടെ. ഇനി ഓഫ് ചെയ്ത് നോക്കാം. ഇനി ആ ഒരു തീ കിടന്ന് ആ ഒരു ചൂടിൽ ഇങ്ങനെ വെന്ത് ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. ഇതില്ലേ ഞാൻ പറയാം, തലേന്ന് ദിവസം ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഇത് വൈകിട്ടത്തെ പരിപാടിയാണ്, അതുകൊണ്ട് ഞാൻ ഇത് കാലത്ത് ഉണ്ടാക്കിയാണ്. അപ്പോൾ വൈകിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് ആ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് അത് പിടിച്ച് തിക്നെസ്സായി അടിപൊളിയാവും. കുറച്ചും കൂടി കായപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ തിളക്കട്ടെ കേട്ടോ. ഒന്നും ചെയ്യണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട. അങ്ങനെ അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് അങ്ങനെ തിളക്കട്ടെ കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കുക ആ ഒരു ബാലൻസിന് വേണ്ടി. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കായത്തിൻ്റെയും സാമ്പാർ പൗഡറിൻ്റെയൊക്കെ ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി നിൽക്കും. അപ്പോൾ പഞ്ചസാര ഇട്ടാൽ ഇത് ഫ്ലേവർ സെറ്റാവും. എന്നിട്ട്
കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കുക. നല്ല നെയ്യ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഓ നെയ്യിട്ട സാമ്പാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നെയ്യ് ഒഴിച്ച സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? നെയ്യാണ് ഇതിൻ്റെ ഫ്ലേവർ. ഓ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കണ്ട. ഇനി നമുക്കിത് മൂടി വെക്കാം. മൂടി അടപ്പത്തു നിന്ന് മാറ്റി വെക്കുക. ഈ ഒരു ഇതിലിരുന്ന് ഇതങ്ങടി ഇരുന്ന് സെറ്റാവും. ഓ, അടിപൊളി മച്ചാനെ, പൊളി സാധനം. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. അതാണ് ആ ഒരു സന്തോഷം മതി. ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ആ ഒരു ക്രെഡിറ്റിൽ ആ ഒരു എഫേർട്ടിൻ്റെ ഫലമായ ഇതിൻ്റെ ഒരു ആ ടേസ്റ്റ് ലാസ്റ്റ് വരുമല്ലേ, അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ ചിക്കൻ ദോശക്ക് വേണ്ടി നമ്മുടെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സോൾട്ട് ആൻഡ് പെപ്പർ, ഗാർലിക്, ജിഞ്ചർ, ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് ഇത് ഓവനിലോട്ട് വെക്കാൻ പോകേണ്ട. ഇതൊരു നമുക്ക് 220 ഒരു 25 മിനിറ്റ് വെക്കാം റോസ്റ്റ് ചെയ്യാൻ. പനീർ ദോശക്ക് വേണ്ടി പനീർ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോകേണ്ട. ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, സോൾട്ട്, ഓയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ആവാണ്ട്, പനീർ റോസ്റ്റ് ആവാണ്ട്, എന്നിട്ട് ഇത് കൂളാവാൻ വെക്കണം. ആ ടൈമിൽ നമുക്ക് മസാല ദോശയുടെ മസാല അടിക്കാം. എണ്ണ ഒഴിക്കട്ടോ. അപ്പം നമ്മുടെ മസാല ദോശയുടെ മസാല അടിക്കാൻ പോയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് കൂട്ടുമ്പോൾ ഒരു സൈഡിൽ ജീരകം ഇട്ട് കൊടുക്കട്ടോ. ജീരകം, ഈ ചെറിയ ജീരകവും കുറച്ച് പെരിഞ്ജീരകവും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഗാർലിക് ഇട്ട് കൊടുക്കുക, ജിഞ്ചർ ഇട്ട് കൊടുക്കുക, കടുവറ, വേപ്പിലിട്ട് കൊടുക്കുക, ഒനിയൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒനിയൻ ഒരു 1/2 കിലോ ഒനിയൻ മതി കേട്ടോ. നമ്മൊരു 5 കിലോ ഉരുളക്കിഴങ്ങ എടുത്തേക്കണം. ഇതേ കുറച്ച് റോസ്റ്റഡ് റോസ്റ്റഡ് പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് വറക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ ടൈമിൽ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക കേട്ടോ. ഗ്രീൻ ചില്ലി. അപ്പോൾ ഇന്ന് കുറേ വെറൈറ്റി ഓഫ് ദോശയുടെ ഒരു മേളയാണ് നടക്കാൻ പോകുന്നത്. ഷിപ്പിലാണ്ട, പുറത്തല്ല, ഷിപ്പിൽ ഒറ്റയ്ക്ക് ഞാൻ നിന്ന് ചെയ്യാൻ പോയത്. അപ്പോൾ ഇതൊക്കെ ഓരോരോ സെറ്റാക്കിയിട്ട് ഓരോന്നും മാറ്റി വെക്കണം. അപ്പോൾ അവർ വരുമ്പോൾ ഓർഡർ അനുസരിച്ച് നമ്മുടെ ഹോട്ടലിൽ ചെയ്യണ പോലെ ലൈവായിട്ട് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. വലിയൊരു ടാസ്ക്കാണ്, വലിയൊരു പണി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ നമുക്കത് പണിയായിട്ട് തോന്നില്ല. അപ്പം ഇതുപോലെ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി ഇതെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ മസാല ദോശയുടെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതാണ് സൂക്ഷിച്ച് കണ്ടുപിടിച്ചു. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ. മുളക് പൊടി കുറച്ച് മതി കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മെയിനായിട്ട് വേണ്ടത് ഇതേ മല്ലിപ്പൊടി ഒന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ടു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കുക. ഇങ്ങനെ വാടട്ടെ. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല ചേർക്കണം. സ്പെഷ്യൽ ഗരം മസാല ഇപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തക്കാളി ചോപ്പിട് അങ്ങോട്ട് കൊടുക്കുക. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കട്ടെ. ബട്ടർ ഇട്ട് ചോപ്പിട് കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പ് ഓരോരോ സ്റ്റേജിൽ ഇട്ടാൽ മതി. ഞാൻ നേരത്തെ പറയാറില്ല, ഉപ്പിൻ്റെ പരിപാടി നമ്മൾ ഓരോരോ സ്റ്റേജിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എരിവ് അധികം പാടില്ല കേട്ടോ. എരിവ് കുറച്ചേ പാടുള്ളൂ ഇതിന്. ഇത് മസാല ദോശയല്ലേ. ഗരം മസാല കുറച്ച് കയറി നിൽക്കണം. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ ടൈമിൽ പൊട്ടറ്റോ ഇട്ടാൽ പിന്നെ ഗരം മസാല ഇട്ടാൽ ആ പൊട്ടറ്റോയിൽ ആ ഗരം മസാല പിടിക്കൂല. അപ്പോൾ ഈ ഒരു മസാല ഈ ഒരു രീതിയിലായി വരുമ്പോൾ നമ്മൾ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. നമ്മൾ പൊട്ടറ്റോ ബോയിൽ ചെയ്തപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് സവാള, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം കുറച്ചിട്ടിട്ട് നല്ലോണം വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ കൊണ്ടുള്ളൂ ഇതിൻ്റെ പരിപാടി തുടങ്ങാൻ. അപ്പോൾ 2 മണിക്കൂർ മുമ്പൊക്കെ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ ഈ മസാല ദോശയുടെ ഇത് വേഗം വളിച്ചു പോകും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾ ഇത് ആ സർവീസ് ടൈമിൽ മാത്രം ഉണ്ടാക്കും നോക്കുക. മിക്ക ഷെഫുമാർ നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ചൂടായി കൊടുക്കലാണ് പരിപാടി. നമ്മളിവിടെ ആ പരിപാടി ചെയ്യണില്ല. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ടൈമിങ്ങിൽ ഉണ്ടാക്കാറുള്ള പതിവ് കേട്ടോ.
എന്നിട്ട് നല്ലോണം ദേ എന്ത് ചെയ്യണം, മിക്സ് ചെയ്തെടുക്കണം. ആണോ പരിപാടി കഴിഞ്ഞു. അധികം മസാല ഒന്നും ഇട്ടിട്ടില്ല, എന്നാലും മസാല ദോശക്കുള്ള മസാല നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. സിമ്പിളാണ്, ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് നെയ്യ് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ഒഴിച്ചാൽ മതി. എരിവ് പച്ചമുളകിൻ്റെ എരിവ് വരാൻ പാടുള്ളൂ, മുളക് പൊടിയുടെ എരിവ് വരാൻ പാടില്ല കേട്ടോ. ഭയങ്കര എരിവ് പോകും. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല. അത് കാര്യം എന്ന് വെച്ചാൽ ഉപ്പുണ്ട്, ഞാൻ നോക്കിയായിരുന്നു. ഉപ്പ് നമുക്ക് ആ കറക്റ്റ് അളവാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും അവസാനം സെറ്റായിരിക്കും. മാക്സിമം എല്ലാത്തിലും കൊറിയാണ്ടർ ലീവ്സ് മസ്റ്റായിട്ട് കുറേ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത്രയും സെറ്റ് സാധനം ഇതാണ് 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 മസാല ദോശ മസാല. പോളി സാധനം കേട്ടോ. ഓ അപ്പം കണ്ടില്ലേ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന്. ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ജ്യൂസ് അടിച്ച് ചേർക്കൂല. തക്കാളി അതുപോലെ തന്നെ ഇതൊന്നും വാടണം, അതൊന്ന് കടിക്കാൻ കിട്ടണം കേട്ടാ. അടിപൊളി ചട്നിയാണ്. അപ്പം ജാറിൽ നമ്മതേ കുരുമുളക് ഇടുക കേട്ടോ. കുറച്ച് കുരുമുളക്, പെരുംജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകം, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, പിന്നെ സാദാ ജീരകം 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ, പഞ്ചസാര ഒരു 1/2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഇടാം. അതെ ജിഞ്ചർ ഈ 2 അല്ലി ചൊപ്പ ഇടാം. ഗ്രീൻ ചില്ലി 1 2 എണ്ണം 3 എണ്ണം മതി കേട്ടോ. ഭയങ്കര എരിവായിരിക്കും അല്ലെങ്കിൽ. 3 ഗ്രീൻ ചില്ലി ഇടാം. നല്ല എന്തുട്ടാന്നറിയോ ദേ ഉണക്കമുളക് പൊടിച്ചത്. ഗാർലിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗാർലിക്ക് ഇതേ ഇത്രയും ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. സവാള 1 2 സവാള ഇട്ട് കൊടുക്കുക. ദേ നല്ല പഴുത്ത തക്കാളി 1/4. ഓയിൽ കുറച്ചിട്ട് കൊടുക്കുക. വിനീഗർ കുറച്ചിട്ട് കൊടുക്കുക. ഈ മിക്സിയിലിട്ടാലും എനിക്ക് അളവ് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മിക്സി കണക്ക് പറയണത്. കുറച്ച് പുളി ഇടാം, കുറച്ച് മതി, കുറച്ച്. എന്നിട്ട് തേണങ്ങ അരച്ചെടുക്കുക. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കും. ആദ്യത്തെ അടിയിൽ അരയില്ല, ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ പിന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടി. കുറച്ച് കൊറിയാണ്ടർ മല്ലിയില കേട്ടോ. അപ്പോൾ ഇത് ഈ പരിവാവും എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇതിൻ്റെ പകുതി വേറെ ഒഴിച്ചിട്ട് പകുതി അരച്ചെടുക്കാം. ഒരു 4 പ്രാവശ്യമായിട്ട് അരച്ച ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് യോജിപ്പിക്കണം, എന്നാലും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റും ഉപ്പ് എവിടെയാണ് പുളി എവിടെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതൊന്നും കാര്യം എന്ന് വെച്ചാൽ ഒരുമിച്ച് അരക്കാൻ പറ്റില്ല. അപ്പം 4 തവണ നമ്മ മിക്സ് ചെയ്ത് വെച്ച സംഭവം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ടാ. ഇത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളിട്ട് അരച്ചല്ലേ. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടാ. അടിപൊളി ചട്നിയാണ്. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കട്ടെ. സ്വീറ്റ്നെസ് കുറവാണ്. കുറച്ചും കൂടി വിനീഗർ ചേർത്ത് കൊടുക്കുക. പുളി കുറവാണ്. അപ്പോൾ ഇത് അരക്കുമ്പോൾ നമ്മൾ ഈ പുളി ഇടൂലേ, പുളി വാളംപുളി, അതിൻ്റെ കുരു ഇടാൻ പാടില്ല കേട്ടോ. കുരു റിമൂവ് ചെയ്തിടണം, അല്ലെങ്കിൽ കുരു കിടന്ന് അടിച്ചടിച്ച് മണ്ണ് കടിക്കണ പോലെ പോകും. അതെപ്പോഴും ഈ ചട്നി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പറ്റാറുണ്ട്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. എന്നിട്ട് ഇത് അങ്ങോട്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് അങ്ങോട്ട് റാപ്പ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇരുന്ന് സെറ്റ് ആവട്ടെ. ഇതിൽ വിനീഗറും ജിഞ്ചറും ഗാർലിക്കും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഇങ്ങനെ ദോശ അങ്ങോട്ട് പിടിക്കാൻ പോകുന്നത്. ദോശ അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെയും റെസിപ്പി നിങ്ങൾ പഠിച്ചോട്ടെ. അപ്പം മച്ചന്മാർ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് ഷവർമ്മ ദോശ, ചിക്കൻ ഷവർമ്മ ദോശയും പനീർ ഷവർമ്മ ദോശ. അപ്പോൾ പനീർ റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതേ ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ പോയാണ് നമ്മൾ ഷവർമ്മക്ക് വേണ്ടി. അപ്പം മച്ചന്മാർ നമ്മൾ അതേ ചിക്കൻ ഷവർമ്മ ദോശ ഉണ്ടാക്കാൻ പോയാണ്. നമ്മുടെ സാമ്പാറല്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ച സാമ്പാർ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത് അവസാനം നമുക്ക് ഉപ്പൊക്കെ നോക്കി ഒന്ന് സെറ്റാക്കാം. ഗാർലിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ജിഞ്ചർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് ഓക്കെ. വേറെ ഒന്നും ഇടില്ല, ജീരകമൊന്നും ഇടില്ല. ഓൾറെഡി എല്ലാത്തിലും ജീരകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും ഇടില്ല. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഒനിയനും ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കട്ടെ. ബട്ടറിലാണ് ഇത് ചെയ്യണത്. ഫൈനലായിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കുക. ഏത് സാമ്പാറിൽ ഉപ്പ പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കുറവുണ്ട്, അതാണ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. ബ്ലാക്ക് പേപ്പർ ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. മാഗി ക്യൂബ്സ്, ഇത് സ്റ്റോക്ക് ക്യൂബ്സ് എന്നൊക്കെ പറയും. ഇട്ട് കൊടുക്കുക. ഒരു 3 എണ്ണം മതി. 3 ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങാട് ഇളക്കി കൊടുക്കുക കേട്ടോ.
ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഏത് മയോണൈസിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഡ്രസ്സിങ്ങിൻ്റെ കൂടെയൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ദോശയിലൊക്കെ ഇട്ട് കഴിക്കട്ടെ. അപ്പോൾ ഇത് ബേസിക് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് കുറച്ച് പനീറിന് വേണ്ടി മാറ്റി വെക്കാം. ഒരു പാൻ വെച്ചിട്ട് ഇങ്ങനെ ഇടാം. പനീറിന് വേണ്ടി ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മ ഈ സോട്ട് ചെയ്യുമ്പോൾ കുറച്ചിട്ടാൽ മതി. എല്ലാത്തിലും ഉപ്പുണ്ട്, മാഗി ക്യൂബ്സിലും ഉപ്പുണ്ട്. അപ്പം ഈ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. റോസ്റ്റഡ് ചിക്കൻ റോസ്റ്റഡ് മറ്റേ ഷവർമയില്ലേ ആ സാധനത്തിൻ്റെ ചോപ്പ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ചോപ്പ് ചെയ്ത പനീർ ഇട്ട് കൊടുക്കുക. അപ്പം പനീറിൽ ഈ സംഭവം ഇട്ട് അങ്ങോട്ട് ഇളക്കുക. ദോശ ഷവർമ ചിക്കൻ ദോശക്കുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓ എൻ്റെ പൊന്നോ, ഇവിടെ നമ്മുടെ പനീർ ഷവർമ ദോശയുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. എന്താ രണ്ടിലും കൂടി കുറച്ച് കൊറിയാണ്ടർ ലീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ചിക്കൻ, പനീർ, ചീസ്, മുട്ട, മസാല, കുറേ ദോശ ഉണ്ട് ഇന്ന് നമുക്ക്. അപ്പം ഇന്ന് ഇവിടെ ഒരു ബഹളം വയ്ക്കും, ലൈവ് ദോശയുടെ ബഹളം. അത് വേണ്ട, ചിക്കൻ ഷവർമ ദോശ ഇടാം. ആ ഷവർമയില്ലേ അതിൻ്റെ ആ ഒരു സംഭവം സെയിം സംഭവം തന്നെ ഉണ്ടാക്കിക്കണം. ഇതിൻ്റെ കൂടെ ഏത് ഡ്രസ്സിങ്ങിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ദോശയുടെ കൂടെ കഴിക്കട്ടാം. അപ്പം ചിക്കൻ ഷവർമ ദോശയുടെ ബേസ്. മച്ചന്മാരെ സാമ്പാർ കണ്ട, സാമ്പാറിൻ്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളും കണ്ട പോനെ. ഇതാണ് സാമ്പാർ, നല്ല സ്പെഷ്യൽ സാമ്പാർ. ഇതങ്ങാട് കഴിച്ചാലല്ലേ പൊളി സാധനം ഉണ്ടാ. ഇത് വെറുതെ ഇരുന്ന് സൂപ്പ് പോലെ കഴിക്കാം, നമുക്ക് വെജ് സൂപ്പ് പോലെ. അത്രക്ക് ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്ക്. മച്ചന്മാരെ നമ്മുടെ ദോശയ്ക്ക് ഇവിടെ അരക്കേണ്ട ചെയ്യണം. റെഡിമെയ്ഡ് പൗഡറൊന്നും യൂസ് ചെയ്യണല്ലോ കണ്ട. ഇത് 2:3 എന്ന രീതിയിൽ 2 കപ്പ് ഉഴുന്നിൽ 3 കപ്പ് ഞാൻ ബസുമതി റൈസാണ് ഞാൻ യൂസ് ചെയ്തേക്കണം. ബസുമതി റൈസിൽ യൂസ് ചെയ്താലും ദോശ അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവ കണ്ട, ഉലുവ ഇത് രാത്രി ഫുള്ള് സോക്ക് ചെയ്തിട്ട് ഇത് ഇനി നമ്മൾ ഗ്രൈൻഡറിൽ അരക്കാൻ പോവേണ്ട. നല്ല കുഴമ്പ് രൂപത്തിൽ ഇത് അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ സാധനം. എന്നിട്ട് മച്ചന്മാരെ ഇങ്ങനെ പുറത്ത് 1 മണിക്കൂർ വെച്ചിട്ട് ഇത് കെട്ടിയിട്ടില്ല ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഉപ്പിടാണ്ട് വെക്കണം കേട്ടോ. സർവീസിന് 1 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് സെറ്റാക്കാം. അപ്പൊ കാര്യം ദോശ ചുട്ടു തുടങ്ങാൻ പോയാണ്. എന്തൊക്കെ ദോശ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എല്ലാവരും ആയത് ദോശ ആയിരിക്കണം. അപ്പൊ നമ്മ അതിന്റെ നെയ്യ് വെച്ചിട്ട് പരിപാടി തുടങ്ങിയാണ്. തട്ടുകടയിൽ പോലും കാണാത്ത തിരക്കാണ് ഗായ്സ് ഇവിടെ കാണുന്നത്. ആദ്യം കേട്ടപ്പതി ആരാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായ പ്രായം കുറഞ്ഞ വീടാണല്ലോ. ആദ്യത്തെ ദോശ നമ്മുടെ കേഡറ്റായ പേരുന്നുണ്ട് ജേക്കബ് എന്തിനാ ജയകൃഷ്ണൻ റെഡി ആയിട്ടുണ്ട്. ജയകൃഷ്ണൻ ഫ്രം എവിടെയാണ്, വീട് എവിടെയാണ്? ഇനിയോ തൃപ്പൂണിത്തുറ. 3 എണ്ണം അല്ലേ? 1 2 ഇട്ടോ മച്ചാൻ ഇട്ടോ. അപ്പം അടുത്ത മുട്ട ദോശ റെഡി ആയിട്ടുണ്ട്. മുട്ട ദോശ കുറച്ച് നെയ്യ് അങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ. നെയ്യ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പെപ്പർ നമ്മ പെപ്പർ ഇടണമെന്നൊക്കെ പറയണ്ട. അപ്പോൾ പെപ്പർ ദോശ ആയിരിക്കും. പെപ്പർ നിനക്കാ മുട്ട ദോശ നിനക്ക് പ്ലേറ്റ് ആണെങ്കിൽ. അപ്പം പനീറല്ലേ, പനീർ. അപ്പം 2 പനീർ, ഒരു ചിക്കൻ ചീസ് ദോശ, ഒരു മസാല ദോശ വിത്ത് പനീറല്ലേ. ഇത് ചിക്കൻ അല്ലേ, ചിക്കൻ. അപ്പൊ ക്യാപ്റ്റന്റെ നമ്മുടെ സ്പെഷ്യൽ കാര്യം സംഭവമാണ് ഇപ്പോൾ പോയത്. അത് നിനക്ക് എന്നിട്ടാ. അപ്പൊ മറ്റേ നമ്മുടെ ഷവർമ ചിക്കൻ കുറച്ചങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എടാ ചീസ് ഇട്ടോ. നിനക്ക് എന്നിട്ടാണ് മച്ചാൻ എന്നിട്ടാ മുട്ടേ എവിടെയാണ്? 2ലും 1. ഇതിൽ പൊടി, ചട്നിപ്പൊടി. മുട്ട പൊടി പിടി. പോട്ട് അപ്പൊ ചട്നിപ്പൊടി കിട്ടുന്നുണ്ട് കേട്ടോ. 2 അതെ. അപ്പൊ സോൾട്ട് പേ. അപ്പൊ നിന്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിടിച്ചോ. നിന്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, കോഴിയുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അടുത്തത് നിന്റെ ചീസ് എഗ് റെഡി ആയിട്ടുണ്ട്. ബോസം ഭായ് ആജാ. हो गया 1 मिनट. പൊടി ദോശ. അപ്പൊ പൊടി ദോശ മച്ചാനും കഴിക്കണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്ന മച്ചാൻ എത്രാമത്തെ ദോശ കഴിക്കണം? 4ാമത്തെ ദോശ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അൺലിമിറ്റഡ് ദോശയുടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, കാര്യങ്ങളും ഇല്ല. അപ്പൊ അത് നമ്മുടെ സെക്കൻഡ് ഓഫീസർ വന്നിട്ടുണ്ട്. ഏത് ദോശയാണ് മച്ചാനെ വേണ്ടത്? പറഞ്ഞോ. അപ്പൊ നമ്മുടെ പൊടി ദോശ റെഡി ആയിട്ടുണ്ട്. പൊടി ദോശ.
മസാല ദോശ മസാല ദോശ മസാല ദോശ മസാല ദോശ 5 ദോശ വരെ ഒരാൾ ഒരു 5 ദോശ വരെ പോകണ്ടട്ടാ കഴിക്കണ്ടട്ടാ പൊന്നെ മച്ചാമാര്. അടുത്ത ദോശ ഇനി വേണമാ, ഒരു ദോശ കൂടി, ഒരെണ്ണം കൂടി പ്ലീസ്. ആ അപ്പൊ 6ാമത്തെ ദോശ നമ്മുടെ മച്ചൻ കഴിക്കാൻ വേണ്ടി ഇവിടെ വാ. ആരാണ് ഇങ്ങോട്ട് വാ, കാണിക്കട്ടെ. അപ്പൊ അഞ്ചാമത്തെ ദോശ കഴിക്കാൻ വേണ്ട ഒരാള് പൊടി. നമ്മുടെ ദോശ ഇന്ന് കഴിക്കാനായിട്ടുള്ള ആൾക്കാരില്ലേ ലക്ഷദ്വീപിൽ നിന്നുണ്ട്. ലക്ഷദ്വീപ് മച്ചാനെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടിങ് ടിങ് മച്ചാൻ. ഏത് ദ്വീപിൽ നിന്നാണ്? മിനിക്കോയിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ കൊൽക്കട്ടയിൽ നിന്നുണ്ട്, വിശാഖപട്ടണത്തിൽ നിന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, മുംബൈയിൽ നിന്നുണ്ട്, ഇഷ്ടംമാരെ സ്ഥലത്തു നിന്നാണ് നമ്മുടെ ദോശ. എല്ലാവർക്കും എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും കൂടി ഒരുമിച്ച് കഴിക്കണ ഒരു ദോശ ആയിട്ട് നമ്മുടെ ഷിപ്പ് ലെവലായി ഫേമസ് ദോശ. ഓക്കെ, അപ്പൊ മച്ചാനെന്നാ പറഞ്ഞു. അപ്പൊ മച്ചാൻ വരെ നമ്മുടെ ദോശയുടെ ഓൾമോസ്റ്റ് ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്കും അസിസ്റ്റന്റിനും മാത്രം ദോശ ഉണ്ടാക്കണുള്ളൂ. അപ്പൊ ഒരു ദോശയുടെ 1 മണിക്കൂറത്തെ ഒരു ബഹളം തന്നെ ഇരുന്നു ഇവിടെ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നതിലെ വെച്ചാലേ അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വെറൈറ്റി ഓഫ് ദോശ, ലൈവ് ദോശ നമ്മുടെ കപ്പലിൽ കൊടുക്കണം. എത്ര വെറൈറ്റി ഉണ്ടായിരുന്നു നിങ്ങൾ എന്നിട്ട് കൗണ്ട് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്തിടാം. അപ്പൊ ഇത്രയും ദോശകൾ ലൈവായിട്ട് ഒറ്റക്ക് ഇരുന്ന് അടിച്ചു പൊളിച്ചുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയിരിക്കേണ്ട, ഞാൻ തരാട്ടാ. ഇത് നിന്റെ അല്ലേ? അപ്പോൾ എൻ്റെ പൊന്നാളി അപ്പോൾ ഒരു 100-100 ദോശ 1 മണിക്കൂർ കൊണ്ട് ഞാൻ പടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നോൺ സ്റ്റോപ്പായിട്ടാണ് ഉണ്ടാക്കിയത്. ഏടാ ഒരു പ്ലേറ്റ് തരുമോ? അപ്പോൾ നമ്മുടെ ചീസ് ഇവിടെ യൂസ് ചെയ്യുന്നത് ചീസ് മൊസറല ചീസ് എന്താ മൊസറല ഷ്രെഡഡ് ചീസാണ്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സെറ്റാണത്. പൊളി സാധനം ഉണ്ടോ? അപ്പം ലാസ്റ്റത്തെ ദോശ മറിച്ചിട്ടിട്ട് എനിക്ക് വേണ്ട. വലിയ ദോശ, വലിയ ചിക്കൻ ചീസ് ദോശ. കണ്ട ഇതാണ് എൻ്റെ ദോശ. അപ്പോൾ നമ്മുടെ സീക്രട്ട് മറ്റേ സാമ്പാറല്ലേ, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ ഓഫീസർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ സീക്രട്ട് റെസിപ്പിയൊക്കെ എല്ലാവരും ചോദിക്കണവർക്ക് നമ്മൾ എല്ലാവരും പറഞ്ഞു കൊടുക്കണ്ട. ഇത് നമ്മൾ ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാൽ ഇൻഫോർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിലിരിക്കും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ കറക്റ്റായിട്ട് റെസിപ്പി ഫോളോ ചെയ്യുക. കാര്യങ്ങൾ എല്ലാം ആ സാമ്പാറിൻ്റെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ആ കൂട്ട് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പക്കാ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ തണുക്കാൻ സമയം കിട്ടും. നിങ്ങൾ ഇനിയില്ല ഇതൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എത്ര നേരം ഉണ്ടെന്ന് പറയും. ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി മച്ചാനെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.